കൃഷ്ണ കിച്ചണിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഇവിടെ തയ്യാറാക്കുന്നത് പാവയ്ക്ക തീയലാണ്. അതിന് കുറച്ച് പാവയ്ക്ക ഉണ്ട്, അത് ഒന്ന് ഞുറുക്കിയെടുക്കണം. അതിന് വേണ്ടത് ഒരു ചെറിയ സവാള, ഒരു മീഡിയം 3 എണ്ണം, അരമുറി വേറെ, ഒരു തക്കാളി, ഒരു പച്ചമുളക്. നമുക്കിതെല്ലാം കൂടെ ഒന്ന് ഞുറുക്കിയെടുക്കാം. അതിന് ചീഞ്ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിക്കാം. നമ്മുടെ വെളിച്ചെണ്ണ ചൂടായി നമുക്കതിലോട്ട് കടുകിടാം. കടുക് ഉലുവയും കൂടി ഇടാം. 2 ഉണക്കമുളകും ഇടാം. നമ്മുടെ ഉള്ളി ഇവിടെ മൂത്ത് വന്ന് നമുക്കതിലോട്ട് ചെറുതായി അരിഞ്ഞു വെച്ച തേങ്ങാക്കൊത്തിടാം. നമ്മുടെ തേങ്ങാക്കൊത്ത് ചെറുതായിട്ട് മൂത്ത് വരുന്നുണ്ട്. അതിലോട്ട് അരിഞ്ഞു വെച്ച് 2-3 ചെറിയ മീഡിയം സവാള അരിഞ്ഞു വെച്ച് അതിടാം. രണ്ട് തണ്ട് കറിവേപ്പില ഇടാം. അരിഞ്ഞ് ഞുറുക്കി വെച്ച 2 പച്ചമുളക് ഇടാം. പാവയ്ക്ക അരിഞ്ഞ് അതിടാം. അര സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു തക്കാളി എടുത്ത് വെച്ചത് അത് നമുക്ക് ഞുറുക്കിയിടാം. നമുക്ക് നമ്മുടെ പാവയ്ക്ക തീയലിന് തക്കാളി അധികം ചേർക്കേണ്ട, വാളംപുളിയാണ് ചേർക്കാൻ പറ്റുക. തിളപ്പിച്ചാറിയ വെള്ളത്തിലിട്ടിട്ടുണ്ട്. ഒരു 1.5 സ്പൂൺ ഉപ്പിടാം, ചെറിയ ടീസ്പൂണിന്. ഈ പാവയ്ക്ക തീയലുണ്ടെങ്കിൽ നമുക്ക് ചോറ് കഴിക്കുന്നവർക്ക്, തീയലാണെങ്കിലും പാവയ്ക്ക തോരനാണെങ്കിലും മെഴുക്കുവരട്ടിയാണെങ്കിലും ഇഷ്ടമുള്ളവർക്ക് ഈ പാവയ്ക്ക കൊണ്ടുള്ള എന്ത് സാധനങ്ങളും കഴിക്കാൻ ഇഷ്ടം തോന്നും. പാവയ്ക്ക മാത്രം മതി ചോറുണ്ണാൻ. നമുക്കിതൊന്ന് മൂടി വെക്കാം. നമ്മുടെ പാവയ്ക്ക തുറന്ന് നോക്കാം വാടിയിട്ടുണ്ടോന്ന്. നമ്മുടെ പാവയ്ക്ക അവിടെ വാടിയിട്ടുണ്ട്. നമുക്കതിലേക്ക് തീയനുള്ള മുളക് പൊടി ചേർക്കാം. 2 ടീസ്പൂൺ
മുളക് പൊടി, ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി. നമുക്കൊന്ന് കൂട്ടി ഇളക്കാം. നമ്മുടെ മുളക് പൊടി പാവയ്ക്കയെല്ലാം നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്കത് മാറ്റി വെച്ച് വേറൊരു ചട്ടി വയ്ക്കാം. നമ്മുടെ ചട്ടിയിലോട്ട് പിഴിഞ്ഞു വെച്ച വാളൻപുളി ഒഴിക്കാം. ചെറിയൊരു നെല്ലിക്ക വലുപ്പത്തിൽ പുളിയെടുത്ത് പിഴിഞ്ഞത്. ഇത് ഞാൻ നേരത്തെ വറുത്തരച്ച് വെച്ചിരുന്ന തേങ്ങയാണ്. അത് നമുക്ക് ഒരു 3 സ്പൂൺ, ചെറിയ 3 ടീസ്പൂണാണ് എടുത്ത് വെച്ചിരുന്നത്. അത് അതിലോട്ടിടാം. ഈ വറുത്തരച്ച് വെക്കുന്ന തേങ്ങ അധികം നമുക്ക് ചേർക്കണ്ട, കുറച്ച് ചേർത്താൽ മതിയാകും. ഒന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് 1 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. തേങ്ങയുടെ അരപ്പും പുളിയും വാളൻപുളിയുടെ വെള്ളവും കൂടെ ഒഴിച്ച് നന്നായിട്ട് തിളയ്ക്കുമ്പം വേണം നമുക്ക് വാട്ടി വെച്ച പാവയ്ക്ക അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാൻ. നമുക്ക് ചട്ടി ഒന്ന് മൂടി വെച്ച് കൊടുക്കാം, ഒന്ന് തിളച്ചോട്ടെ. നമ്മുടെ തീയലിന്റെ അരപ്പ് ഇവിടെ തിളച്ചിട്ടുണ്ട്. നമുക്ക് ആ പാവയ്ക്ക അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. മൊത്തം കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.